ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം തേവലക്കർ സ്വദേശിനി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് റീപോസ്റ്റ്മോർട്ടം ചെയ്യും. ഭർത്താവ് സതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. സതീഷ് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് അതുല്യയുടെ പിതാവ് രാജശേഖരൻ ആവർത്തിച്ചു. അതുല്യയെ ഭർത്താവ് സതീഷ് ശങ്കർ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളും ഇക്കാര്യം അതുല്യ തുറന്നു പറയുന്നതിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ന്യായീകരണവുമായി സതീഷ് രംഗത്തെത്തിയത്. സതീഷ് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള. സതീഷ് പറയുന്നതിനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റത്തില്ല. കാരണം അവനിങ്ങനെ മാറ്റി എപ്പോഴും പറയുന്നില്ലേ ഓരോ കാര്യങ്ങളും. കുറ്റം ചെയ്തില്ലെന്ന് പറയും, മർദ്ദിച്ചില്ലെന്ന് പറയും. എന്ത് തന്നെ ആയാലും അവിടെ അത് അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവിടുത്തെ അന്വേഷണങ്ങൾ പരിപൂർണ്ണമാകുമ്പോൾ ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യുമല്ലോ. ഒരുപാട് താങ്ങാൻ പറ്റാത്ത ഉപദ്രവം കിട്ടുമ്പോൾ ചിലപ്പോൾ തിരിച്ചു വന്ന് പ്രതികരിക്കുന്നത് ആരായാലും ജീവനുള്ള ഏതൊരു വസ്തുവും അങ്ങനെ പ്രതികരിക്കത്തില്ല. റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സതീഷിനെ നാട്ടിലെത്തിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും പിതാവ്. അന്വേഷണത്തിന് നമ്മുടെ കേരള പോലീസിനോട് എനിക്ക് പരിപൂർണ്ണ വിശ്വാസം. അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അവരത് ചെയ്യും, നന്നായിട്ട് ചെയ്യും. അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഷാർജയിലെ നിയമ നടപടികളുമായി സഹോദരി അഖിലയും ഭർത്താവും മുന്നോട്ട് പോവുകയാണ്. സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് പിടിച്ചെടുത്തു. കേസ് അന്വേഷിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരും. സതീഷിനെ നാട്ടിലെത്തിക്കാനും ശ്രമം തുടങ്ങി. 24 കൊല്ലം.